നമ്മളിപ്പോൾ ഇവിടെ ഒരു പലാസോ പാൻ്റാണ് ചെയ്യുന്നത്. ആ തുണിയെ ക്ലോത്തിനെ 4 മടക്കി, ഈ വശം വെട്ടിയിട്ടില്ല, 4 മടക്കിയിട്ടുണ്ട്. തുമ്പ് വശം അവിടെയാണ്, ഫോൾഡഡ് വശം നമ്മുടെ വശത്തേക്കാണ് വരുന്നത്. അതിനുശേഷം തുണീൻ്റെ അടിവശം 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അടിവശം മടക്കി തയ്ക്കാനുള്ളതാണ്. മൊത്തം ബാക്കി വരുന്ന പീസ് ഇത്രയേ ഉള്ളൂ. ഈ പീസിൽ നിന്നാണ് നമ്മളൊരു പലാസോ പാൻറ് ഉണ്ടാക്കുന്നത്. അമ്പർല കട്ടായിട്ട് എടുക്കാനൊന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പലാസോ ആണ് തയ്ക്കുന്നത്. അത് തയ്ക്കുന്നതിന് നമ്മളെ കയ്യിലുള്ള തുണിയുടെ വെടുത്ത് വരുന്നത് 11 ഇഞ്ചാണ്. ആ വെടുത്തിൽ നിന്ന് നമ്മൾ ലെങ്ത്ത് വരുന്നത്, മൊത്തം ലെങ്ത്ത് വരുന്നത് 23 ഇഞ്ചും. 2 ഇഞ്ച് ഇവിടെ മടക്കി അടിക്കാൻ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം 2 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം, മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. തുണി ഇങ്ങനെ തെന്നി കളിക്കുന്ന തുണിയാണ്, അതുകൊണ്ട് ഓർഗാൻസയിൽ വരുന്നതാണ്. അതുകൊണ്ട് 4 സൈഡും പിൻ ചെയ്തതാണ്. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് തുണി കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല. 4 മടക്കിയിട്ട് നീളത്തിൽ. അതിനുശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്തു. നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെട്ടൽ കഴിഞ്ഞതിന് ശേഷം ഈ പിന്നുകളൊക്കെ അഴിച്ച് മാറ്റുക. പിന്നെ അവിടെ നിന്ന് നമ്മൾ അളവ് പെയിന്റ് എടുക്കണമെന്നില്ല, 9 ഇഞ്ചോ 7 ഇഞ്ചോ ഒക്കെ എടുക്കുക. എത്രയാണോ നമുക്ക് സ്ലിറ്റ് ഇറക്കം വേണ്ടത്, അതായത് നമ്മളെ ക്രോച്ച് ഏരിയ കാണാനാണ് കേട്ടോ പറയുന്നത്. ക്രോച്ച് ഏരിയ കാണുമ്പോൾ 10 ഇഞ്ച്, ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തത് കൂടാതെ 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ 8 ഇഞ്ചാണ് നോർമൽ കുട്ടികൾക്കൊക്കെ വരുന്ന ക്രോച്ച് ഏരിയന്റെ ലെങ്ത് വരിക. 8 ഇഞ്ചാണ്. 8 ഇഞ്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിനൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. 1 ഇഞ്ച് ഉള്ളിലേക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടിവശം വരെ അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ക്രോച്ച് ഏരിയ ഒന്ന് ചെരിച്ചു കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടുന്ന് നമ്മൾ കുറേ പീസ് വെട്ടിക്കളയുന്നില്ല, ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുന്നില്ല. നമ്മളെ പലോസ ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ലൂസിൽ ഇങ്ങനെ കിടക്കണമല്ലോ, എന്നാലല്ലേ ഭംഗിയുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. എത്ര വണ്ണം കിട്ടുവെച്ചാൽ അത്രയും വണ്ണം ഇടുന്നത് നല്ലതാണ്. അതൊന്ന് ചെരിച്ചു കൊടുക്കാൻ വേണ്ടി അത്രയും വണ്ണം അവിടെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ അമ്പർല കട്ട് പലാസോ ഒക്കെ തയ്ക്കുന്നത് വീഡിയോ ഇടുന്നുണ്ട്. ഓരോന്ന് ചെയ്യാച്ചിട്ടാണ്. അപ്പൊ ഈ ചലഞ്ചിൽ വരും കേട്ടോ, ഈ അമ്പർല കട്ടൊക്കെ വരുന്നത് 7 ദിവസത്തെ ചലഞ്ചിൽ വരും. പാൻറ്റുകൾ വരും, ഉടുപ്പുകളും വരും. ഇപ്പോഴത്തെ ട്രെൻഡിൽ കളിക്കുന്നത് നമുക്ക് പലാസോ പാൻ്റ് ആണ്, അല്ലാതെ പാവാടയല്ല. അതായത് ഓണത്തിന് ട്രെൻഡിങ് ആയി കളിക്കുന്നത് ഓൾട്ടർനെക്ക് കുപ്പായും, അതായത് കുട്ടികൾക്ക് ടോപ്പ് വശം ഓൾട്ടർനെക്കും താഴെ വശം അമ്പർല വരുന്ന പലാസോയുമാണ് വരുന്നത്. അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് ഈ 7 ദിവസത്തെ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ഇത്രയും ഉള്ളൂ നമ്മളെ പലാസോ പാൻറ്റിനുള്ള പണി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങോട്ട് കൃത്യം 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെങ്ങനെ 8 ഇഞ്ചിലേക്ക് നമ്മൾ ഇത്രയും ക്രോച്ച് ഏരിയ യോജിപ്പിച്ചിട്ടുണ്ട്. ക്രോച്ച് ഏരിയ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് വെക്കാൻ മുകൾ ഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. 2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. പിന്നെ താഴ്വശം നമ്മൾ മടക്കി തയ്ച്ചതിന് ശേഷം ഈ കാലിന്റെ 2 വശങ്ങളും നമ്മൾ ചേർത്തടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ക്രോച്ച് ഏരിയ ചേർത്ത് വെക്കണം. അതിനുശേഷം ഇങ്ങോട്ടും ചേർത്ത് വെച്ച് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പലാസോ പാൻറ് റെഡിയാണ്. ഇത് സ്ട്രെയിറ്റ് പലാസോ പാൻറ് ആണ്, അമ്പർല കട്ടല്ല. ഇത്രയും വീതി വരുന്ന നമ്മളിനി ഇത് എലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു നല്ല വൃത്തിക്കുള്ള നല്ലൊരു കുഞ്ഞി പലാസോ പാൻറ് ആയി മാറും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.